ഹലോ ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നാട്ടിൽ വന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ എന്നല്ല, വീടെത്തിയതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. പ്ലസ് നമ്മൾ നേരെ സായുജിയിലേക്ക് അല്ലെങ്കിൽ പാലക്കാട്ടിലേക്ക് അച്ഛൻ്റെ സൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ അച്ഛൻ എപ്പോഴും പോകുന്നൊരു അമ്പലമാണ്, മീൻസ് ചെർപ്പളശ്ശേരി ടു പാലക്കാട് റൂട്ടിലുള്ള മിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരു പാറശ്ശേരിയുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അച്ഛൻ എപ്പോഴും അവിടെ പോയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാറുള്ളത്. അപ്പം ഞാൻ അവിടെ പോയി, അപ്പോൾ തൊഴുതു. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു, അല്ല ആദ്യമായിട്ടല്ല, അധികം ഞാൻ അങ്ങനെ കയറാറില്ല, പക്ഷേ ഇന്ന് ഫസ്റ്റായിട്ട് നാട്ടിൽ വന്നിട്ട് കയറിയ അമ്പലമാണ് അവിടെ. എന്നിട്ട് നമ്മൾ നേരെ അപ്പൂട്ടയുടെ വീട്ടിലേക്ക് പോയി. ഞാൻ ഫൈനലി എൻഗേജ്മെൻറ്റിന് ശേഷം വൈഷ്ണവിയെ ഞാൻ നേരിട്ട് കാണുന്ന അന്നായിരുന്നു. പക്ഷേ വീടിൻ്റെ ഉള്ളിലൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം തിരക്കും കാര്യങ്ങളായിട്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടെയാണ് ഞാൻ UG പഠിച്ച്, യുവക്ഷേത്ര, പാലക്കാടുള്ള യുവക്ഷേത്ര കോളേജ്, BCom ഫിനാൻസ് ഇവിടെയാണ് ചെയ്തത്. ഇങ്ങനെ കുറച്ച് പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ സായുജിയിലെത്തി. ചന്ദ്രലേച്ച ഗേറ്റൊക്കെ തുറന്നു വെച്ചു. അപ്പോൾ സൂനോട് ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ പറയും എപ്പോഴാണെങ്കിലും ഞാൻ വരുമ്പോൾ. ഇവിടെയാണ് ഞാൻ എൻ്റെ സ്കൂൾ ഡേയ്സ് അല്ലെങ്കിൽ വളർന്നതെല്ലാം ഇവിടെയായിരുന്നു. നല്ല ഇടിച്ചക്ക ഉപ്പേരി എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അതിങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങി. എന്നിട്ട് ഞാൻ എൻ്റെ 2 സ്കൂൾ ഫ്രണ്ട്സ് ഉണ്ട്, അഞ്ജലി, അശ്വതി. അപ്പം ഇവർക്ക് എൻഗേജ്മെൻറ്റ് ഞാൻ ഇൻവൈറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വരാൻ പറ്റില്ല, സോ അതിന് മുന്നേ നമുക്ക് ഒന്ന് മീറ്റ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ വന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞുകൊണ്ട് എനിക്ക് അവരെ കാണാൻ പറ്റി. ബാക്കി പറഞ്ഞവരെ ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനി അത് നടക്കില്ല എന്ന്, കാരണം ഓൾറെഡി എന്താ പറയുക, ഞാൻ പോകാനുള്ളൊരു സമയമായി തുടങ്ങി. കീർത്തി, ഗോപിക, ഗോകുൽ ഇവരൊക്കെ എൻ്റെ എൻഗേജ്മെൻറ്റ് വരണമെന്ന് വിചാരിച്ചു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ കീർത്തി കുറേ എനിക്ക് മെസ്സേജ് അയച്ചു, പക്ഷേ ആ സമയത്തൊക്കെ ഓരോ സ്ഥലത്തായിരിക്കും ഞാൻ ഉണ്ടാവുക. അപ്പോൾ അത് എനിക്കറിയില്ല, ഞാനെല്ലാം മിസ് ചെയ്യും. പിന്നെ എന്നെ കാണണമെന്ന് വിചാരിച്ചു, അതും നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ ജോലി ചെയ്ത സ്ഥലത്ത് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, സിമി, അഞ്ജു എന്നൊക്കെ പറഞ്ഞാൽ അവരെയും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞാനും സു, അമ്മയും കുറച്ച്, ഞാൻ അവരെ കണ്ടതിന് ശേഷം ഇവരെ ജോയിൻ ചെയ്തു. ഇവരെവിടെയോ വേറെ പർച്ചേസിങ്ങിലായിരുന്നു. ഞങ്ങൾ ജ്യൂസ് കുടിച്ച്, എൻ്റെ ഫേവറേറ്റ് ആണ് ഇവിടുത്തെ എന്നല്ല, ഈ തട്ടുകടയിലെ ബോണ്ട, ബജ്ജി കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ ഒരു ഗിഫ്റ്റ് ഓൾറെഡി ഒരു സ്ഥലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് നമ്മൾ ഓട്ടോയിൽ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ ഇതായിരുന്നു ആ പ്രസൻറ്റേഷൻ സംഭവമൊക്കെ. അപ്പോൾ നമ്മൾ വരുമ്പോൾ അച്ഛൻ കൊണ്ടുപോയി വിട്ടു ടൗണിലേക്ക്, തിരിച്ചു പോകുമ്പോൾ നമ്മളെല്ലാം ഓട്ടോയിൽ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ കൽപ്പാത്തി പുഴ. കൽപ്പാത്തി അറിയാത്തവരായുണ്ടാവില്ലേ, കൽപ്പാത്തി തേരൊരുങ്ങി എന്നുള്ള പാട്ട് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. അത് കഴിഞ്ഞ് ഇത് നമ്മുടെ അകത്തേത്തരത്തെ മേൽപ്പാലാണ്. അപ്പോൾ ഈ ഗേറ്റ് കഴിഞ്ഞിട്ട് വേണം, റെയിൽവേ ഗേറ്റ് കഴിഞ്ഞിട്ട് വേണം സായുജിയിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടെ എപ്പോഴും എനിക്ക് തോന്നുന്നൊരു 3 ഇയേഴ്സോ 4 ഇയേഴ്സൊക്കെ ആയി കാണുമായിരിക്കും ഇവിടെ ഈ പാലം പണി തുടങ്ങിയിട്ട്. ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അപ്പുറം പോവില്ല, ഇപ്പുറത്ത് ഇറങ്ങി പിന്നെ നടക്കണം. അങ്ങനെ നടന്ന് നമ്മൾ വീടെത്തി. പിന്നെ വീടെത്തിയതും ഇവിടുത്തെ അമ്പലങ്ങളിൽ പോകാൻ തുടങ്ങി. ഇത് പുറ്റുദൈവമാണ്. ഇവിടുത്തെ അമ്പലം എന്ന് പറയുന്നത് പണ്ട് മുതലേ ഞാൻ വരുന്നൊരു അമ്പലം, ചെറുപ്പം മുതൽ. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ 1ാം ക്ലാസ് മുതലൊക്കെ ഞാൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന അമ്പലം. പ്രത്യേകിച്ച് ട്യൂഷനൊക്കെ പോയ സമയത്ത് ഞാനും വർഷയും എപ്പോഴും ഈ അമ്പലത്തിൽ പോയിട്ടായിരിക്കും വീട്ടിലേക്ക് തിരിച്ചു പോവുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കല്ലേക്കുളങ്ങര അമ്പലത്തിൽ പോയി. ഇവിടെ 3 അമ്പലമുണ്ട്. അതിനൊക്കെ കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഇതൊക്കെ പറയാനുള്ളൊരു ലെങ്തി വീഡിയോ ചെയ്യാനുള്ളൊരു ക്ലിപ്പിങ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അമ്പല ദർശനങ്ങളായിരുന്നു ആ വൈകിട്ട് മൊത്തം. ഞാൻ പറഞ്ഞു ഐതിഹ്യങ്ങൾ പറയുന്നില്ല എന്ന്, പക്ഷേ ഞാനൊന്ന് ചെറുതായി ഒന്ന് തപ്പി നോക്കിയപ്പം എനിക്ക് കുറച്ച് കഥകൾ കിട്ടി. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കല്ലേക്കുളങ്ങര അമ്പലം എന്ന് പറയെങ്കിലും ഏമൂർ ഭഗവതി എന്ന പേരിൽ അല്ലെങ്കിൽ ഹേമാംബിക ദേവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ 4 അംബിക ക്ഷേത്രങ്ങളിൽ ഒന്നായി പരശുരാമനാൽ പ്രതിഷ്ഠിച്ചതായി വിശ്വസിക്കുന്നു. നമ്പൂതിരിമാരായ കുരൂർ കൈമുക്ക് നമ്പൂതിരിമാർ ഉറക്കത്തിൽ ദേവിയെ സ്വർണ്ണ രൂപത്തിൽ കണ്ടുത്രേ. പിന്നീട് ദേവി സ്വപ്നത്തിലൂടെ സ്ഥലത്ത് ഒഴുകുന്ന ഒരു കുളത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് അറിയിച്ചു സ്വപ്നത്തിൽ.
അപ്പം അപ്രതീക്ഷിതമായി കുളത്തിൽ നിന്ന് 2 കൈകൾ ഉയർന്നു അത്രേ. കൈകൾ കണ്ട് ആ കൈകളുടെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും അത് ശില്പമായി മാറി. അപ്പോൾ ഇവിടുത്തെ ദേവിയുടെ രൂപം എന്ന് പറയുന്നത് 2 കൈകൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്, അതായത് കൈപ്പത്തി. അമ്പലത്തിൽ വന്നവർക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞ് കഥ പോലെ പറയാൻ എന്നെക്കൊണ്ട് പറ്റുന്നത്. പിന്നെ എനിക്ക് ഈ അമ്പലത്തിൽ കുറേ കുളങ്ങളുണ്ട്, 2 കുളങ്ങളുണ്ട്. അപ്പം ഞാൻ പണ്ട് സൂവിൻ്റെ കൂടെയായിരുന്നു സ്കൂളിൽ പോവുക. ഇത് വേറൊരു കഥയാണ് കേട്ടോ. സൂവിൻ്റെ കൂടെ സ്കൂളിൽ പോകുമ്പം ഞങ്ങൾ നടന്നിട്ടാണ് പോവുക. സൂ അവിടെ തന്നെ സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പം ഞാനും സൂ കൂടെ പോകുമ്പോൾ എനിക്ക് 2 കുളം അപ്പുറം ഇപ്പുറം ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. നേരത്തെ നിങ്ങളൊരു കുളം കണ്ടല്ലോ, അപ്പോൾ എനിക്കതിൽ ഈ പട്ടയൊക്കെ വീണ് കിടക്കുമ്പോൾ അത് പൊന്തി കിടക്കും. അപ്പോൾ എൻ്റെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആനയാണ്. അപ്പോൾ ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് ആന ഇങ്ങനെ ഉയർന്നു വരും എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ സൂവിൻ്റെ സാരിയുടെ ബാക്കിൽ ഇങ്ങനെ കുളം എത്തി തുടങ്ങിയാൽ ഞാൻ ഫുൾ സൂവിൻ്റെ സാരി ഇങ്ങനെ പിടിച്ച് കണ്ണടച്ചിട്ട് ഞാൻ നടക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അത് എനിക്ക് പറയണം തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെ തൊഴുകലൊക്കെ കഴിഞ്ഞ് ഇവിടെ എപ്പോഴും ഈ സ്റ്റേജിൽ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കല്ലേക്കുളങ്ങരയിൽ നിന്ന് ഇറങ്ങി. വന്നത് ഓട്ടോയിലാണെങ്കിലും തിരിച്ചു പോയത് നടന്നിട്ടാണ്. ഓട്ടോയിൽ വരണമെന്നുണ്ടായിരുന്നില്ല, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം ഓട്ടോയിൽ വന്നതാണ്. ഞങ്ങൾ 3 പേരും എപ്പോഴും നടന്നു പോവാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കാരണം ഞങ്ങളുള്ള സമയത്ത് സൂം ഇങ്ങനെ നടക്കാറുള്ളൂ. അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ നടന്നിട്ടാണ് വന്നത്. പിന്നെ വരുന്നപ്പോഴേക്കും ബോണ്ട, ബജ്ജി, പരിപ്പുവട എല്ലാ സംഭവങ്ങളുണ്ട്. മുളക് ബജ്ജി അടിപൊളിയാണ്. ഈ കല്ലേക്കുളങ്ങര അമ്പലത്തിൽ പോകുന്ന സ്റ്റോപ്പിൻ്റെ പേരാണ് ആർച്ച് എന്നാണ് നമ്മൾ പറയുക. ആ ആർച്ചിൻ്റെ അവിടെയുള്ള അവരുണ്ടാക്കുന്നതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്താ പറയുക ഈ തട്ടുകട ഐറ്റംസ് ഉള്ളത്. ഞാൻ കാലങ്ങൾക്ക് ശേഷം അത് കഴിക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക, എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്കതിൻ്റെ ഒരു അത് തന്നെ മനസ്സിലായില്ലേ, സംഭവം അതാണ്. അത് കഴിഞ്ഞ് മാങ്ങ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാങ്ങയെക്കുറിച്ചൊന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റുള്ളൊരു മാങ്ങയാണ്. പിന്നെ അതിൻ്റെ എന്താ പറയുക, ഇത് മാത്രമേ ഞാൻ ബാക്കി വയ്ക്കാറുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.